ഞാൻ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഞാൻ നന്നായിട്ട് നോക്കി, മുഴുവനായിട്ട് നോക്കി. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിനകത്ത് ഉള്ള ഒരു പ്രശ്നം ഇതിൽ എഴുതിയിട്ടുണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആൻഡ് ഏനൽ ഓറിഫൈസ് വെയർ നോർമൽ എന്ന്. അപ്പോൾ ഏനൽ ഓറിഫൈസ് നോർമൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് വരത്തില്ല, അതല്ല. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നോർമലായി. അപ്പോൾ അവിടുന്ന് ആകെ വരണമെങ്കിൽ എന്തെങ്കിലും യൂറിനറി ട്രബിൾ ഉണ്ടെങ്കിലും ഒരു ബ്ലഡിൻ്റെ ഡിസ്ചാർജ് വരുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലൂടെ വരുള്ളൂ. അപ്പോൾ ഇത് രണ്ട് നോർമലാണ് എന്ന് അത് കാണിച്ചിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ അണ്ടർവെയർ വന്നേക്കുന്ന ബ്ലഡ് വേറെ ഭാഗത്തു നിന്ന് വന്നേക്കുന്നതാണ്, ഉറപ്പാണ്. അത് എവിടുന്നാണ്, എന്താണ് ഇഞ്ചുറി എന്നുള്ളതിനെക്കുറിച്ച് ഇവർ വിശദമായിട്ട് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഒന്നുകിൽ അയാളുടെ ബ്ലഡ്, അല്ലെങ്കിൽ ഇത് നമുക്ക് പറയാം വേറെ വല്ലവൻ്റെ ബ്ലഡ് ആണെങ്കിൽ അത് നോക്കേണ്ടതാണ്, അത് പരിശോധിക്കണം. ഏതായാലും ആ അണ്ടർവെയർ പ്രിസർവ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇനി ആയാലും അതിൽ ബ്ലഡ് എക്സാമിനേഷൻ നടത്താവുന്നതാണ്, ഫോറൻസിക് എക്സാമിനേഷൻ നടത്താം. ഇനി ആയാലും അത് ബയോളജിക്കൽ ലാബിൽ ബയോളജിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് കണ്ടുപിടിക്കാം, ആ ബ്ലഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. നവീൻ ബാബുവിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. അതല്ല, നവീൻ ബാബുവിൻ്റെ ബ്ലഡ് ആണെങ്കിൽ ഇത് എവിടുന്ന് വന്നു? അണ്ടർവെയറിനകത്താണ് വരുന്നത്, വായിന്ന് വന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമുക്ക് പല്ല് വെക്കുമ്പോഴും അങ്ങനെ മുറിഞ്ഞാലേ വായിന്ന് എന്തെങ്കിലും വരുന്നു പറയാം. ഈ അണ്ടർവെയർ എടുത്ത് ആരും വായി കുത്തിക്കയറ്റത്തില്ലല്ലോ. അപ്പം അത് ഒരു നോർമലായിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസിലുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിൽ വളരെ ദുരൂഹതയുണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. അത് ശരിയായ രീതിയിൽ നോക്കിയിട്ടില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, അത് ഇല്ല, എക്സ്റ്റേണൽ ഏനൽ ഓറിഫൈസ് നോർമൽ എന്ന് എഴുതി, അവർക്ക് ഒരു ഒന്നുമില്ല, അദ്ദേഹത്തിന് ആ കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പോൾ അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് എക്സ്റ്റേണൽ ജെനിറ്റൈലിലൂടെ വരാം, അല്ലെങ്കിൽ ഏനൽ ഓറിഫൈസിലൂടെ ബ്ലഡ് വരാം. ഇതല്ലാതെ വേറെ ഒരു സ്ഥലത്തൊന്നും മുറിവില്ലാതെ വരത്തില്ല. അപ്പോൾ അത് എവിടുന്ന് വന്നു എന്നുള്ളത് ഇതിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, ഈ ഫോറൻസിക് സർജൻ ഈ നോക്കിയേക്കുന്ന ആളുണ്ടല്ലോ, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചിട്ടില്ല, ഇതാണ് കാര്യം, നോക്കിയിട്ടില്ല. അതങ്ങ് എല്ലാം അത്രയും വെപ്രാളമാണ്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലും നോക്കാതാണ് ഇത് തയ്യാറാക്കി വെച്ചേക്കുന്നത്. നിർബന്ധമായിട്ടും ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കാതെ ഇത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. പക്ഷേ ഇതിലങ്ങനെ ചെയ്തേക്കുകയാണ്. ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയമൊന്നുമില്ല. ഈ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ആ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ അതിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ എന്തെങ്കിലും പാടോ കീറലോ അതുപോലുള്ള രക്തമോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇൻക്വസ്റ്റിനകത്ത് ആ വിശദമായിട്ടുള്ള ആ കാര്യം എഴുതി വെക്കും. ഒരു മഹസർ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരു ബോഡി മഹസർ എന്ന് നമുക്ക് പറയാം. അതാണ് യഥാർത്ഥ ഇൻക്വസ്റ്റ്. അപ്പോൾ ആ ശരീരത്തിൽ കണ്ടേക്കുന്ന കാര്യങ്ങൾ, അതിലെ വസ്ത്രങ്ങൾ എന്താണ്, ഈ വസ്ത്രങ്ങൾ കീറി പരിശോധിക്കും, മുറിച്ച് മാറ്റി പരിശോധിക്കും. ചിലത് ഊരാൻ പറ്റത്തില്ല, കാരണം ഈ റിഗർ മോർട്ടിസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വസ്ത്രം ഊരിയെടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് അവർ ഇപ്പോൾ ഷർട്ട് ഊരണമെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. റിഗർ മോർട്ടിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വടിയായിട്ടിരിക്കത്തേ ഉള്ളൂ. അത് കാരണം ഇതൊന്നും ഊരാൻ പറ്റത്തില്ല. അപ്പോൾ ബനിയൻ ഇട്ടേക്കുന്നത് അതൊക്കെ അവർ കട്ട് ചെയ്ത് പരിശോധിക്കണമെന്നാണ്. അന്നേരം അത് കീറിയിട്ട് പരിശോധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ അണ്ടർവെയർ ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അണ്ടർവെയർ ഉണ്ടെങ്കിൽ അത് എല്ലാ വസ്ത്രങ്ങളും നോക്കും. അപ്പം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്ന് വരെ പുറത്ത് വരാതിരുന്ന ഒരു വിവരം, അത് ഏതാണ്ട് പോലീസുകാർ ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ്, മറച്ചു വെച്ചിരുന്നതാണ്. ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇത് ഈ അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ രക്തക്കറയുണ്ടായിരുന്നു പറഞ്ഞു, രക്തം. ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന പറഞ്ഞാൽ അന്നേരം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ, നിർബന്ധമായിട്ട് ഇൻക്വസ്റ്റ് നോക്കണം. ഇൻക്വസ്റ്റ് നോക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇൻക്വസ്റ്റ് നോക്കിയിട്ട് ആൻറ്റി മോർട്ടം ഇഞ്ചുറീസ്, അതായത് ഈ ഡെഡ് ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കിയാലേ യഥാർത്ഥത്തിൽ ശരിയായ പോസ്റ്റ്മോർട്ടം നടക്കൂ. കാരണം ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചതവുണ്ട്, കൺഡ്യൂഷൻ, അതിൻ്റെ അളവ് എത്രയാണ്, അതെന്തുമാത്രം ഡീപ്പായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ഇൻസൈസ്ഡ് വൂണ്ട് ഉണ്ടെങ്കിൽ എന്തുമാത്രം ഡീപ്പാണ്, ഇതെല്ലാം നോക്കണം. അതെങ്ങനെ ഉണ്ടായത് മുഴുവൻ നോക്കണം. അങ്ങനെ നോക്കണമെങ്കിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൂടെ നോക്കണം. കാരണം ഇൻക്വസ്റ്റിൽ കാണുന്ന കാര്യം, ഇപ്പോൾ മൃതദേഹത്തിൽ കണ്ട വസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ട്, ഇതെങ്ങനെ വന്നു, ഈ ബ്ലഡ് എവിടുന്ന് വന്നു, ഏത് ഇഞ്ചുറിയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്. ഇത് ഈ അണ്ടർവെയറിൽ ഇത് വരുന്നതിന് 2-3 സാഹചര്യങ്ങളുണ്ട്, ഞാനത് ബാക്കി പറയുന്നില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ ചിലപ്പോൾ
എന്നാലും രക്തം വരാറില്ല സാധാരണഗതിയിൽ. കാരണം ഇപ്പോൾ ഈ ഒരാൾ ഇപ്പോൾ ഇതുപോലെ തൂങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ തൂക്കി കൊല്ലുകയോ ഒക്കെ ചെയ്താൽ, അതായത് സൂയിസൈഡൽ ഹാങ്ങിങ് ആയാലും ഹോമിസൈഡൽ ഹാങ്ങിങ് ആയാലും തൂങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരു ഡിസ്ചാർജ് വരാറുണ്ട്. മനസ്സിലായി? സെമിനൽ ഡിസ്ചാർജ് മിക്കവാറും വരാറുണ്ട്. പക്ഷേ ബ്ലഡ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. അപ്പോൾ ഈ ബ്ലഡ് എങ്ങനെ ഈ അണ്ടർവെയറിൽ ഉണ്ടായി എന്നുള്ളത് വളരെയധികം അന്വേഷിക്കേണ്ടതാണ്. കാരണം അത് ഇതിൽ ഈ മരണത്തിലേക്കുള്ള ദുരൂഹതകൾ ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതുണ്ടല്ലോ, ഈ വിവരം ഈ പോലീസുകാർ മറച്ചു വെച്ചേക്കുക, പുറത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന്. അപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ. അല്ലാതെ പോലീസ് കോടതിയിലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇത് ഉണ്ട്, ഒരു ദുരൂഹതയില്ല എന്നാൽ ഇങ്ങനെ ഒരു ദുരൂഹതയില്ലാത്ത ഒരു മരണത്തിൽ അണ്ടർവെയറിൽ എങ്ങനെ ബ്ലഡ് വന്നു എന്നുള്ളത്, അത് ആരുടെ ബ്ലഡാണ്? അത് ഈ നവീൻ ബാബുവിൻ്റെ തന്നെ ബ്ലഡാണോ അതോ വേറെ ഏതെങ്കിലും ബ്ലഡാണോ എന്താണ് എന്ന്? വേറെ ആരെങ്കിലും ബ്ലഡ് ആണെങ്കിൽ ഈ ഒരു അറ്റാക്കിന്റെ സാഹചര്യം പോലും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അയാൾ വേറെ ഏതെങ്കിലും അയാളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തപ്പോൾ കൈക്ക് മുറിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാളെ ബ്ലഡോ പറ്റാം. അപ്പൊ ഇത് നവീൻ ബാബുവിന്റെ ബ്ലഡാണോ എന്നുള്ളത് നോക്കണം. ആ ബ്ലഡ് യഥാർത്ഥത്തിൽ കീപ്പ് ചെയ്തിട്ട് ഇത് പരിശോധിക്കണം, ഇത് ഏത് ബ്ലഡാണ് എന്നുള്ളത് നോക്കണമായിരുന്നു. ഇതൊന്നും ഒരു പരിശോധനയും നടത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കുന്ന ഫോറൻസിക് ഡോക്ടറുടെ അവരുടെ അസോസിയേഷൻ്റെ ഒരു പ്രസ്താവന കണ്ടു, നല്ലതാണെന്ന്. അസോസിയേഷൻ അങ്ങ് തോന്നിയ ദിവസം വിളിച്ചു പറയാനാണോ അസോസിയേഷൻ ഇരിക്കുന്നത്? ഒരാൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ ആ കുഴപ്പം പറയണം. അതിന് പകരം ഇപ്പൊ ഈ ഡോക്ടേഴ്സ് എല്ലാം കൂടി വെളിയിറങ്ങാണ്. അതായത് ഫോറൻസിക് സർജന്മാരുടെ അസോസിയേഷൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ശരിയായ ജെനുവിൻ കോസ് ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു കാര്യം ഇൻക്വസ്റ്റ് നോക്കണം. നോക്കിയാലേ ഈ ബോഡിയിൽ എന്തെങ്കിലും പരിക്ക് ആ സമയത്ത് കണ്ടിരുന്നോ എന്നുള്ളത് നോക്കണം. കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് സബ്സിക്വൻ്റ് ആണ്, ഇൻക്വസ്റ്റിന് ശേഷമാണ്. അപ്പോൾ ഇത് മാഞ്ഞു പോകാം, തെളിഞ്ഞു വരാം, ഇതൊക്കെ ചെയ്യാം. അപ്പം നിർബന്ധമായിട്ടും ഇതുപോലെ ഈ വസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ടായി, അതിൻ്റെ റീസൺ എന്താണ് എന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയണം, നോക്കണം. കാരണം അവിടെ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി, ആ ഇഞ്ചുറി നിന്ന് വന്നതാണ് ഈ ബ്ലഡ് എന്ന് പറയണം. അതല്ലേ ആരുടെ ബ്ലഡാണ്? നോ, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബ്ലഡ്, അയാളുടെ ബ്ലഡ് അല്ലെങ്കിൽ അതല്ല എന്ന് വേറെ ആരുടെയോ ഒരു ആണ്. ഒരാളുടെ അണ്ടർവെയറിൽ ബ്ലഡ് വരണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ വരത്തില്ല. വരണമെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം കാണണം. അപ്പോൾ നിർബന്ധമായിട്ടും നോക്കേണ്ട. ഇപ്പോൾ ഇനി എന്തെങ്കിലും യൂറിനറി ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വരാം, അത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പരിശോധിക്കണം. ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ ഒരു കാര്യമുണ്ട്, അപ്പോൾ അത് നോക്കി അവിടെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വന്ന ബ്ലഡാണ് എന്ന് റൂൾ ഔട്ട് ചെയ്യണ്ടേ? അത് ചെയ്യാതിരുന്നിടത്തോളം കാലം ഇതിനകത്ത് വളരെ സംശയാസ്പദമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ദുരൂഹതകൾ ഒന്നുകൂടെ പെരുപ്പിക്കുന്നതാണ് ഈ ബ്ലഡ് കാണുക എന്ന് പറഞ്ഞത്. ഈ ബ്ലഡ് കണ്ടത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് അതെന്താണ് കാര്യം, റീസൺ എന്ന് പറഞ്ഞില്ല എന്നുള്ളത് വളരെ ഒരു ദുരൂഹത ഏറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഡോക്ടർമാരെല്ലാം കൂടെ ഒന്നുമില്ല, നല്ലതാണ്, വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ നല്ലതായിരിക്കും ചെയ്തവർ, ഇരുന്നോട്ടെ, അത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ കുഴപ്പം എന്താണ് എന്ന് പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. അതില്ലാത്തിടത്തോളം കാലം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒരു ഇഞ്ചുറി വരണം, ആ ഇഞ്ചുറി എവിടെ വന്നു, ആ ബോഡിയിലെ ഏത് പാർട്ടിൽ അണ്ടർവെയർ വരണമെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ ഒരാളെ ബോധം കെടുത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഞാനത് മനഃപൂർവ്വം പറയാത്തതാണ് എന്ന് പറയുന്നത്, അയാളുടെ ആ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുത്തുക എന്നുള്ളതാണ്. ഒരു തൊഴി കൊടുത്താൽ മതി, പലപ്പോഴും അത് ബോധം കെട്ടുപോകും. അല്ല ഇപ്പം സ്ക്രോട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുത്തുക, അല്ലെങ്കിൽ അത് അമർത്തുക, ബോധം കെടും, അങ്ങനെ വരാം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാതാണ് ഈ തോന്നിവാസം കാണിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഏറ്റവും നല്ല റിപ്പോർട്ടാണ്, വളരെ നല്ലതാണ്, എങ്ങനെ ചെയ്തേക്കുക, ഇങ്ങനെ ചെയ്തേക്കാണ്, ശരിയായ പോസ്റ്റ്മോർട്ടമാണ് എന്നങ്ങ് വിളിച്ച് പറഞ്ഞുകൊണ്ടായില്ലല്ലോ. ആളുകൾ കൂടെ മനസ്സിലാവണ്ടേ, ഈ പാവങ്ങൾ കൂടെ ഒന്ന് തിരിച്ചറിയണമല്ലോ ഇതാണെന്ന്. ഇവരൊക്കെ വലിയ ആളുകളാണ്, നമ്മളൊക്കെ പാവങ്ങളാണല്ലോ, ഇവരൊന്ന് മനസ്സിലാക്കണമല്ലോ. ഞാനിത് ഒരുപാട് കണ്ടേക്കുന്നതല്ലേ, ഞാൻ 500 പരം കൊലക്കേസുകൾ എൻ്റെ മുമ്പ് നടന്നിട്ടുള്ളതാണ്, ഇത്രയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് ദുരൂഹതയുണ്ട്, അതാ ഞാൻ പറഞ്ഞത്.
ഇത് ശരിയായിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാനൊക്കത്തില്ല. കാരണം ഇപ്പൊ ആ ബോഡി ഇല്ല. പക്ഷേ ശരിയായിട്ട് ചെയ്തതാണെന്ന് അവർ പറഞ്ഞോട്ടെ. അങ്ങനെ പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഈ കാര്യം ഇതിനെക്കുറിച്ച് അവരുടെ എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് കേൾക്കണം. ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു ബോഡി കണ്ടിട്ട് പരിശോധിച്ച് ഒരു പ്രേത വിചാരണ എന്ന് നമ്മൾ പറയുന്ന പ്രേത വിചാരണ എന്ന് പറയും. അപ്പം ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രേതം എന്ന്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും പറയാൻ സമ്മതിക്കുന്നത് പ്രേതം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മൃതശരീരം, ഒരാളുടെ മൃതദേഹം, ഈ മൃതദേഹം അതിനകത്ത് പ്രേതം എന്ന് നമ്മൾ പറയുന്ന പ്രേത വിചാരണ എന്നാണ് യഥാർത്ഥ ഇൻക്വസ്റ്റിൻ്റെ മലയാളമായിട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് കൊടുത്തേക്കുന്നത്. കാരണം ഈ മരിച്ച ആളുടെ വിചാരണ എന്ന് പറയാം, അയാളുടെ ബോഡി മുഴുവൻ പരിശോധിച്ചിട്ട് ആ ബോഡി സ്പീക്സ്, സംസാരിക്കുന്നു എന്നുള്ളതാണ് വൈപ്പ്. ആ ബോഡിയിലുള്ള എന്തെങ്കിലും പരിക്കുകളോ അടയാളങ്ങളോ മറുകെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്ത് കാണിക്കും. പക്ഷെ അത് ശരിയായ രീതിയിൽ ഉള്ള ഒരു ഇൻക്വസ്റ്റ് നടത്തിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയത്തില്ല പലപ്പോഴും. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണെന്നറിയോ, ഇപ്പോൾ ചിലപ്പോൾ ഒരാളെ നമ്മുടെ ഒരു ബോഡിയിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗത്ത് ഭംഗിയായിട്ടൊന്ന് പിടിച്ചൊന്ന് അമർത്തിയെന്നിരിക്കട്ടെ, നല്ലതായിട്ടൊന്ന് പിടിച്ച് മുറുക്കി കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ പലപ്പോഴും. പക്ഷെ അത് അന്നേരം കാണത്തില്ല. അത് ഈ പോസ്റ്റ്മോർട്ടം സമയത്തോ അത് കഴിഞ്ഞോ ഇത് തെളിഞ്ഞു വരാം. അപ്പോൾ ഈ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വലിയ താമസമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഇഞ്ചുറി വരണമെന്നില്ല. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഒരാളെ ഒരു തൊഴി കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചു, അതിനൊന്നും, അതായത് വെപ്പൺ മൂലമല്ല, നമ്മുടെ കൈ കൊണ്ടാണ് എങ്കിൽ അല്ലെങ്കിൽ കാല് കൊണ്ട് തൊഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആദ്യം അറിയത്തില്ല. ഇത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഇത് അവിടെ തെളിഞ്ഞു വരും. അങ്ങനെയുള്ളൂ. അത് ആ കൺഫ്യൂഷൻ അങ്ങനെ വരാം പലപ്പോഴും. ആ കൺഫ്യൂഷൻ ആദ്യം വരത്തില്ല. കാരണം ഈ ബ്ലഡ്, നമ്മുടെ ക്യാപ്പിലറീസ് ഉണ്ടല്ലോ, ചെറിയ ബ്ലഡ് വെസൽസ്, ആ ബ്ലഡ് വെസൽസ് പൊട്ടും. ഇത് ഇടിയിൽ പൊട്ടിയിട്ട് ആണ് അവിടെ ഈ തിണർപ്പുണ്ടാകുന്നത്. നമ്മുടെ ദേഹം എവിടെയെങ്കിലും ഒന്ന് തട്ടി നിൽക്കട്ടെ, ആദ്യം നമ്മൾ അങ്ങ് തുടച്ചു കളയൊന്നുമില്ല, വേദന വരും. കുറേ കഴിയുമ്പം ഒരു മിക്കവാറും അതേതാണ്ട് ഒരു 5-8 മണിക്കൂർ കഴിയുകയാണെങ്കിൽ ഇത് തെളിഞ്ഞു വരും. ഒരു നീല കളറോടുകൂടി നമ്മുടെ ദേഹം എവിടെങ്കിലും ഹാർഡ് ഓബ്ജക്റ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും എന്ന് പറയുന്നത് പോലാണ് ഇത് ധൃതി പിടിച്ചുള്ള പോസ്റ്റ്മോർട്ടം. മനസ്സിലായില്ലേ? ആ ഇൻക്വസ്റ്റ് കഴിഞ്ഞ ഉടനെയുള്ള പോസ്റ്റ്മോർട്ടം, ഇതൊക്കെ വരുന്ന ഉടനെ ഇത് കാത്തു നിൽക്കാനൊന്നും അവർ തയ്യാറല്ലല്ലോ. അത് ഈ ഇഞ്ചുറി കാണാൻ പറ്റത്തില്ല പലപ്പോഴും. അത് കുറ്റമല്ലാതെ ആ ഡോക്ടറെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അതിന് പലപ്പോഴും കാണത്തില്ല. പക്ഷെ അതാ ഞാൻ പറഞ്ഞ, അത് ഇത്രയും വെപ്രാളപ്പെട്ട് അത് നടത്തേണ്ട യാതൊരു കാര്യമില്ല. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിന് നിങ്ങൾ വരുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടം ചെയ്ത് പൊതിഞ്ഞ് കെട്ടി തരണം എന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവർ പറഞ്ഞത്, സംശയമായിട്ട് അവർ പറഞ്ഞത്, അവിടെ ആ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് നടത്തുന്നതിന് ഇവരെതിര് പറഞ്ഞിട്ടേ ഉള്ളൂ. നവീൻ ബാബുവിൻ്റെ അനുജൻ അതിന് തർക്കിച്ചിട്ടേ ഉള്ളൂ, അത് വേണ്ട, അവിടെ വേണം. അപ്പോൾ കളക്ടറാണ് നിർബന്ധമായിട്ട് അവിടെ തന്നെയാണ്, എല്ലാം നല്ല നീറ്റാണ്, ഒരു കുഴപ്പമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡാണ് അവരെല്ലാം എന്ന് പറഞ്ഞത്. അയാൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആദ്യം ആവട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരെ ആക്ക്. ഇതാണ് കാര്യം. ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ടെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇത് കാണണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് ഇതിനകത്ത് ബ്ലഡ് വരാനുള്ള കാര്യം എവിടുന്ന് വന്നു എന്നുള്ളത് പറയാനുള്ള ബാധ്യതയുണ്ട്. അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഞങ്ങളെല്ലാം റെഡിയാണ് ചെയ്തതെന്ന് എന്ന അസോസിയേഷൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല.